celebrating 13 colorful years of capturing heartbeats of Keralites and broadcasting to the world. This program brought to you by Abraham and Associates. We are dream sellers. We help families build a bright future. വാക്കുകൾക്ക് പറയാനാകാത്ത മനസ്സിന്റെ വികാരങ്ങൾ. I love myself. മനസ്സിലെ രഹസ്യങ്ങൾ താനേ തുറക്കും. അത് ഡയമണ്ട് പറയുമ്പോൾ മലബാറിലേക്ക് വരും. Faith Holidays, America's finest tour operator. To book a trip, call 1-888-91-FAITH. State Farm Insurance, Michael Therian. Keep the memories alive with Mukut Monuments. Heads Brokery 516-433-4310. Global Collision and Repair Works, 333 North Route 9 West, Congress, New York. Media App USA. Download Media App USA now on any of the streaming devices. പ്രവാസി ചാനൽ ഡെയിലി ന്യൂസ് ബുള്ളറ്റിനിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പ്രവാസി ചാനൽ ഇപ്പോൾ എല്ലാ സ്ട്രീമിംഗ് ഡിവൈസുകളിലും ലഭ്യമാണ്. ഡൗൺലോഡ് മീഡിയ ആപ്പ് USA on any of your streaming device or in smart television. ഭക്തിയിലും പാരമ്പര്യ വിശ്വാസത്തിലും അടിയുറച്ച സഭാ സ്നേഹത്തിന്റെ സന്ദേശം വിളിച്ചോതി മലങ്കര ഓർത്തഡോക്സ് നോർത്ത് ഈസ്റ്റ് അമേരിക്കൻ ഭദ്രാസന ഫാമിലി ആൻഡ് യൂത്ത് കോൺഫറൻസിന് പ്രൗഢഗംഭീരമായ തുടക്കം. വർണ്ണശബളമായ ഘോഷയാത്രയോടെയാണ് ചടങ്ങുകൾ ആരംഭിച്ചത്. ഘോഷയാത്ര അജിത് വട്ടശ്ശേരി ആൻഡ് ചെറിയാൻ കോര കോർഡിനേറ്റ് ചെയ്തു. സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ശേഷം ആരംഭിച്ച ഉദ്ഘാടന സമ്മേളനം ഏറ്റവും ഹൃദ്യമായിരുന്നു. സെന്റ് തോമസ് ഇടവകയും സെന്റ് ജോൺസ് ഇടവകയും ചേർന്ന് നടത്തിയ 3 ഗാനങ്ങളും ആത്മീയ ഉണർവും പ്രചോദനവും ലഭിക്കാൻ പ്രാപ്തമായിരുന്നു. ഫാദർ ഡോക്ടർ രാജു വർഗീസ്, ബെറ്റി സഖറിയ തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് ഗാനങ്ങൾ ആലപിച്ചത്. അമേരിക്കൻ ദേശീയ ഗാനം കൃപയ വർഗീസ്, ജോനാഥൻ മത്തായി എന്നിവരും ഇന്ത്യൻ ദേശീയ ഗാനം ട്രീന ജോസിയും ഡാനിയ ജോസിയും ചേർന്ന് ആലപിച്ചു. കോർഡിനേറ്റർ ഫാദർ അബു പീറ്റർ സ്വാഗതം ആശംസിച്ചു. ജനറൽ സെക്രട്ടറി ചെറിയാൻ പെരുമാളിന്റെ പ്രസംഗത്തിൽ ഇതൊരു കൂട്ടായ സംരംഭമായിരുന്നു എന്ന് പറഞ്ഞു. 15 ടീമുകളാണ് ഇതിനുവേണ്ടി എല്ലാം മറന്ന് പ്രവർത്തിച്ചത്. യുവജനങ്ങൾക്ക് വേണ്ടി തന്നെയുള്ള കോൺഫറൻസാണിത്. വുഡ്സൈഡിലുള്ള സെന്റ് തോമസ് ഓർത്തഡോക്സ് ഇടവകയിലെ യുവജനങ്ങളുടെ സാന്നിധ്യം ഉറപ്പാക്കാൻ അവർക്ക് വേണ്ടി സൗജന്യ കോൺഫറൻസ് സൗകര്യങ്ങളാണ് ചെയ്തു കൊടുത്തത്. മറ്റൊരു ഇടവക ഗ്രാൻഡ് സ്പോൺസറായതും സൂചിപ്പിച്ചു. തുടർന്ന് നിലവിളക്ക് കൊളുത്തിക്കൊണ്ടായി ഭദ്രാസന മെത്രാപ്പൊലീത്ത സക്കറിയ മാർ നിക്കോളോവസ്, ഫാദർ ഡോക്ടർ വർഗീസ് എം ഡാനിയൽ, ഫാദർ ഡോക്ടർ വർഗീസ്, ഫാദർ സറാഫിം മഷ്മൂദർ, ഫാദർ ജോയൽ മാത്യൂസ്, ഫാദർ അബു പീറ്റർ, ചെറിയാൻ പെരുമാൾ, മാത്യു ജോഷുവ എന്നിവർ ചേർന്ന് നിലവിളക്ക് തെളിയിച്ചു. വിശ്വാസികൾ വെളിവ് നിറഞ്ഞൊരീശോ എന്ന ഗാനം ഏറ്റുചൊല്ലി. ഭദ്രാസന മെത്രാപ്പൊലീത്ത ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. ഈ ഒരു കോൺഫറൻസിനായി എല്ലാവരും ഉറ്റുനോക്കിയിരിക്കുകയാണെന്ന് യോഗത്തിലുണ്ടായിരുന്ന 525 പേരെ സാക്ഷി നിർത്തി മെത്രാപ്പൊലീത്ത പറഞ്ഞു. ഇതൊരു മഹത്തായ സംരംഭമാണ്, കൂട്ടായ സംരംഭവുമാണ്. ഇവിടെ മൂല്യത്തിനാണ് പ്രാമുഖ്യം. കോൺഫറൻസിലെ ചിന്താവിഷയമായ സ്വർഗത്തിലേക്കുള്ള ഗോവണിയെക്കുറിച്ചും മെത്രാപ്പൊലീത്ത സംസാരിച്ചു. തുടർന്ന് മുഖ്യ പ്രാസംഗികൻ ഫാദർ ഡോക്ടർ വർഗീസ് മുൻഗാമികളായ മാർ മാക്കാറിയോസ്, മാർ ബർണാബാസ് എന്നിവരെ അനുസ്മരിച്ചു. കൂട്ടത്തിൽ ഇപ്പോഴത്തെ ഭാരവാഹികൾക്കും അനുമോദന വർഷം ചൊരിഞ്ഞു. ഉയരത്തിൽ പറക്കുന്ന പക്ഷികളുടെ വായിലെ ചത്തഴുകിയ മത്സ്യത്തെക്കുറിച്ചുള്ള കഥ പറഞ്ഞ വർഗീസ് അച്ഛൻ ഉപോത്ബലകമായി ഗോവണിയുടെ കാര്യവും സൂചിപ്പിച്ചു. ഉയർത്തെഴുന്നേറ്റ കർത്താവ് നമ്മുടെ പ്രചോദനമാണെന്നും അതിനാൽ തന്നെ അത് വിശ്വാസ ജീവിതത്തിന്റെ അടിസ്ഥാനവുമാണ്. ഇംഗ്ലീഷിലും മലയാളത്തിലുമാണ് അച്ഛന്റെ പ്രസംഗ ചാതുരി എല്ലാവരെയും പിടിച്ചിരുത്താൻ പര്യാപ്തവുമായിരുന്നു. ഭദ്രാസന സെക്രട്ടറി ഫാദർ ഡോക്ടർ വർഗീസ് എം ഡാനിയേലും ഇവിടെ അരങ്ങേറുന്ന സമാനതകളില്ലാത്ത ഒത്തുകൂടലിനെ പ്രശംസിച്ചു. നിക്ഷേപമാണിവിടെ നടക്കാൻ പോകുന്നത്. ജോയിന്റ് ട്രഷറർ ജോൺ എബ്രഹാം കോൺഫറൻസ് ദിനങ്ങൾ എങ്ങനെ സുഗമമാക്കാം എന്നതിനെക്കുറിച്ച് ഒരു ക്ലാസ് എന്നതുപോലെ പവർ പോയിന്റിന്റെ അകമ്പടിയോടെ അവതരിപ്പിച്ചു. നിലവിളക്ക് കൊളുത്തിയവരോടൊപ്പം ജോൺ താമരവേലിൽ, ദീപ്തി മാത്യു വർഗീസ്, ഷോൺ എബ്രഹാം, ഷിബു തരകൻ, ഫാദർ VM ഷിബു, വേണാട് മത്തായി, ഫാദർ വിജയ് തോമസ്, ജോബി ജോൺ, ഉമ്മൻ കാപ്പിൽ, ഷെയ്ൻ ഉമ്മൻ, ബിനോയ് തോമസ്, ബിനു കോപ്പാറ, KJ ഉമ്മൻ തുടങ്ങിയവരും വേദിയിൽ സന്നിഹിതരായിരുന്നു. മിലി ഫിലിപ്പ് ആയിരുന്നു MC. തുടർന്ന് ക്യാമ്പ് ഫയർ നടന്നു. ന്യൂസ് ഡെസ്ക് പ്രവാസി ചാനൽ. നിങ്ങളുടെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കാൻ മറക്കണ്ട. news@pravasichannel.com അല്ലെങ്കിൽ editor@eMalayali.com എന്ന ഇമെയിലിലേക്കോ വാർത്തകൾ അയയ്ക്കുക.